നമ്മോടൊപ്പമായിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ കുടുംബ യൂണിറ്റ് വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കൈക്കാരന്മാര്, യൂണിറ്റ് ഭാരവാഹികള്, ഏറ്റവും സ്നേഹമുള്ള സെന്റ് ആന്റണീസ് കുടുംബ കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖല്ലേ? സുഖല്ലേ? മേക്കപ്പ് ആരും നടത്തിയ ആരും മേക്കപ്പ് നടത്തിയ? ഇങ്ങോട്ട് നോക്ക് ആരും മേക്കപ്പ് നടത്തിയ? അമ്മയാണ്. നിന്റെ മേക്കപ്പ് ആരും നടത്തിയ? അമ്മയാ? ഇല്ല, എല്ലാവരുടെയും അമ്മയാ. ഇപ്പൊ സാധാരണ ഞാൻ തന്നെ ചെയ്തെന്ന് പറയാറ് പിള്ളേര്. നീ തന്നെയാ ചെയ്തത്? നീ തന്നെയല്ലേ ചെയ്തത്? പൗഡർ എടുത്ത് തലയിലിട്ടു. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ ഒരു സ്വരമാണ് നമ്മൾ ഇവിടെ കാണുക. കുടുംബനാഥന്മാരും കുടുംബനാഥകളും മക്കളും മരുമക്കളും കുട്ടികളും എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ വാർഷിക പരിപാടി. സെന്റ് ആന്റണീസ് കുടുംബ കൂട്ടായ്മ ശക്തമാണ്. ഇതിലെ ഓരോരുത്തരുടെയും മുഖം നോക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളൊക്കെ ശക്തരായിട്ട് പ്രവർത്തിക്കുന്ന, ഇവിടെയല്ല പള്ളിയിലും ഇടവകയിലും ഒക്കെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ വില്യം ചേട്ടൻ തന്നെയാണ്. വില്യം ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇടവകയിൽ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. നമ്മുടെ ഇടവക വലിയ ഇടവകയാവുമ്പോൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും. പ്രത്യേകിച്ചും വികാരിച്ചന്മാർക്കും പള്ളി ഭരണസമിതിയിലും എല്ലാവരെയും അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതുകൊണ്ട് ചെറിയ കുടുംബ കൂട്ടായ്മകൾ നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ, ലീഡർഷിപ്പ് കൊടുത്ത് വളർത്തുന്ന അല്ലെങ്കിൽ നയിക്കുന്ന കുടുംബ കൂട്ടായ്മകൾ വരുമ്പോൾ അവിടെ ഒത്തുചേർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പ്രാർത്ഥിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് 40-45 വീട്ടുകാർ ഒന്നിച്ച് നിന്ന് ഒരു ചെറിയ കൂട്ടായ്മയായിട്ട് വളരുക, അത് മനോഹരമാണ്. നമ്മുടെ ഒരു പ്രാർത്ഥന സമൂഹമാണ് നമ്മുടെ കപ്പേളയിൽ നമ്മളെല്ലാ ചൊവ്വാഴ്ചയിലും നമ്മൾ കൂടുന്നത്. ആ ചൊവ്വാഴ്ചയിൽ എല്ലാവരും അവിടെ വന്ന് അന്തോണിസ്പിനാളിൻ്റെ നൊവേനയിലും ലതീഞ്ഞിലും ഒക്കെ ഭംഗിയായിട്ട് പങ്കെടുക്കും. പെരുന്നാളാണെങ്കിലും പിന്നെ പറയും വേണ്ട, കപ്പേള പെരുന്നാളിന് എല്ലാവരും ഭയങ്കര ആഘോഷമായിട്ട് എല്ലാ പരിപാടിയിലും പങ്കെടുക്കും. നേർച്ച പായസം കുടിക്കാനൊക്കെ വരും. ഇത് കുടുംബ കൂട്ടായ്മയുടെ ഒരു മഹത്വമാണ്. പക്ഷേ നമുക്ക് ഈ കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ ശരിയായ കുടുംബത്തിന്റെ ഒരു കൈയാണ്. നമ്മുടെ ശരിയായ കുടുംബം ഏതാണ്? തിരൂരിടവകയാണ്. നമ്മൾ എവിടെ പോയാലും നമ്മൾ പറയുന്ന ഞങ്ങള് സെന്റ് ആന്റണീസ് കുടുംബ കപ്പേളക്കാരാന്ന് പറയാം, തിരൂരിടവക്കാരെന്ന് പറയാം. കല്യാണത്തിന് നിങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ എന്തെന്നാ പറയാ? പാണക്കാടൻ തറവാട്ടുകാരന്വേഷിക്കോ? നിങ്ങൾ ഏത് നാട്ടുകാരാന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഏത് ഇടവക്കാരാന്ന് ചോദിക്കും. അപ്പൊ എവിടെയാ പറയാ? നിങ്ങള് തിരൂരിടവക്ക. അപ്പൊ നമ്മുടെ ശരിയായ അഡ്രസ്സ് എവിടെയാ? ശരിയായ അഡ്രസ്സ് തിരൂരിടവക്കയിലാണ്, അല്ലേ? പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എവിടുത്തുകാരാ? ഞങ്ങൾ ഇന്ത്യക്കാരാ, ഞങ്ങള് കേരളക്കാരാ, ഞങ്ങള് തൃശ്ശൂര് രൂപതക്കാരാ. തൃശ്ശൂർ രൂപതയിൽ നിന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഞങ്ങള് തിരൂക്കാരാണ്. തിരൂർ ഇടവകയിൽ വരുമ്പോഴാണ് നിങ്ങൾ എവിടെ താമസിക്കുന്നത് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ
കേന്ദ്രം എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് തിരൂര് ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ കരങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ കൂട്ടായി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ വളരുള്ളൂ. നമ്മൾ വ്യത്യസ്തമായ ചിന്താഗതിയോട് കൂടി നമുക്ക് അത് വേണ്ട ഇത് വേണ്ട, പള്ളിയിൽ നിന്ന് എന്ത് പറഞ്ഞാലും അതിനെ എതിർത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടവക വളരോ തളരോ? അപ്പൊ നമ്മള് നന്മയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നത്, എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നതിൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ അപാകതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ച് ഒന്നിച്ച് കൊണ്ടുവരാം. പക്ഷേ നമ്മള് എപ്പോഴും എതിർക്കുന്ന ഒരു മനോഭാവമാണെങ്കിൽ ഇടവക തളർന്നു പോകും. നമുക്ക് പ്രശ്നങ്ങളില്ലാതെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി വളരുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യവും താല്പര്യവും. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇന്ന് എല്ലാവരോടും ചോദിക്കാം, നിങ്ങൾക്ക് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് കുർബാന കണ്ട് പോകാൻ പറ്റില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് ഓഫീസിൽ വന്ന സമാധാനത്തോടുകൂടി പോകാൻ പറ്റില്ലേ? എന്തെങ്കിലും അസമാധാനം അവിടെ ഉണ്ടാവാറ്, എന്റെ കാര്യം അച്ഛൻ നടത്തി തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മളൊരു നിയമത്തിന് കീഴില് ഒരേ സമൂഹത്തില് നന്നായിട്ട് വളരുമ്പോൾ നമുക്ക് അവിടെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് നമ്മുടെ കൂട്ടായ സംഭാവനകളും കൂട്ടായ സഹകരണങ്ങളും ആവശ്യമാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ഇപ്പോൾ ഒരു യൂണിറ്റിൻ്റെ അമ്പ് നടത്താനായിട്ട് യൂണിറ്റ് പ്രസിഡന്റും അവരൊക്കെ സഖ്യം ചോദിക്കും. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു ആഘോഷം നന്നാക്കാൻ വേണ്ടിയിട്ട് അവര് മുൻകൈ എടുക്കുന്നു, നമ്മൾ സഹകരിക്കുന്നു, അവരോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോവുക. പ്രാർത്ഥനാ കൂട്ടായ്മയിൽ മാസത്തോടുള്ള എല്ലാ കൂട്ടായ്മയിലും എല്ലാവരും പങ്കുചേരണം. എനിക്ക് ഇന്ന് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ഈ വാർഷികത്തിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് ഒരു ഇലക്ഷൻ നടത്തി. ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ പ്രസിഡന്റ്, അതുപോലെ എല്ലാവരും യുവജനങ്ങളായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലേ? അങ്ങനെയല്ലായിരുന്നു?